ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടെ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 1/4 കപ്പ് വീതം പാലും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെയും ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒരു തരിപ്പയിലൂടെ ഒന്ന് തരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് വീണ്ടും ചേർത്ത് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയം അടിച്ചെടുക്കരുത്, വളരെ കുറഞ്ഞ സെക്കൻഡുകളിൽ മാത്രം അടിച്ചെടുക്കാം. അപ്പോൾ അതാ 1 കപ്പ് മുഴുവനായിട്ടും മൈദ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതേ ഒരു രീതിയിൽ മുഴുവനായിട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പഴമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഴം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ പഴം അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചൊന്ന് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബാക്കി ഓയിലിലേക്ക് തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എള്ളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം മുകളിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് ഞാനിപ്പോൾ അവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാറിയ ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് നല്ല സ്പോഞ്ചി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ വീട്ടിലൊക്കെ കറുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വെറുതെ കളയേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം.